പേന എഴുതി തീരുന്നതിന് മുന്നേ എന്തായാലും ക്യാപ്പ് നമ്മുടെ നിന്ന് പോകും. അപ്പോൾ ആ ക്യാപ്പിൽ നിന്ന് ഉണ്ടാക്കിയാലോ? എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പണി തുടങ്ങാം. 5 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുള്ള ഓരോ പേപ്പർ കഷ്ണങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 1 സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. എന്നിട്ട് ക്യാപ്പ് ഇടേണ്ട പേന എടുത്തിട്ട് ഇതുപോലെ ആ പേപ്പർ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് കുറച്ച് പശ തേച്ച് കൊടുക്കാം. അതൊന്ന് ഉണങ്ങി വരുമ്പോഴേക്കും അതിൻ്റെ ഒരറ്റത്ത് അകത്തേക്കായിട്ട് കുറച്ച് പശ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി പിടിക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പേന ഇടുമ്പോഴേക്കും അപ്പുറത്തെ സൈഡിലോട്ട് വരാതിരിക്കാനാണ് കേട്ടോ. നമ്മുടെ ക്യാപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണമെങ്കിൽ അലങ്കരിക്കാം. ഞാനിവിടെ ചെറിയൊരു ഹോളൊക്കെ ഇട്ടിട്ട് റിബണൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ക്യാപ്പിൽ നമ്മുടെ പേരൊക്കെ എഴുതി വയ്ക്കാം കേട്ടോ. ഈ ക്യാപ്പ് കളയുന്നത് വരെയെങ്കിലും ഇത് നമ്മുടെ പേനയാണെന്ന് എല്ലാവരും ഒന്ന് വിചാരിച്ചോട്ടെ. വീട്ടിൽ ക്യാപ്പില്ലാതിരിക്കുന്നതുകൊണ്ട് എല്ലാ പേനകളെയും ഞാൻ എടുത്ത് ഇതുപോലെ ക്യാപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലും ക്യാപ്പ് കളയുന്ന അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.